നമ്മൾ റബ്ബിനോട് മാപ്പ് ചോദിക്കണം, റബ്ബിനോട് നമ്മൾ പാപമോചനം തേടണം, എല്ലാം പടച്ച റബ്ബിനോട് ഏറ്റു പറയണം. പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ട് ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതേ ഇലാഹേ എന്നെ. അല്ലാഹുവിലേക്ക് കടന്നു പോകണം, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ട് പറയണം, റബ്ബേ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, പൊറുത്തുതാ അല്ലാ. പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ, നിന്നെ പോലെ പുറത്തു തരാൻ വേറെ ആരാണുള്ളത് അല്ലാ. ഞങ്ങളുടെ ഉമ്മയോടൊരു തെറ്റ് ചെയ്ത, ഞങ്ങളെ കൂട്ടുകാരനോട് ഞങ്ങളൊരു തെറ്റ് ചെയ്ത, അല്ലെങ്കിൽ നാട്ടുകാരോട് തെറ്റ് ചെയ്ത, ഒരു വട്ടം മാപ്പ് തന്നേക്കാം, 2 വട്ടം പുറത്തു തന്നേക്കാം, 3 വട്ടം വിട്ടുവീഴ്ച ചെയ്തേക്കാം, 4ാമതും തെറ്റാവർത്തിച്ചാൽ പുറത്തു തരുന്ന ആരാണുള്ളത്? ഒരാളും പുറത്തു തരൂലല്ലോ. പക്ഷേ അല്ലാഹ് അങ്ങനെയല്ല. എത്ര തെറ്റ് എത്ര വട്ടം ആവർത്തിച്ചാലോ അവനോട് പക്ഷാതാപത്തിന്റെ മനസ്സുമായി കടന്നു ചെന്നാൽ, കുറ്റം ഏറ്റുപറഞ്ഞ് സമ്മതിച്ചുകൊണ്ട് മാപ്പുതാ അല്ലാ എന്ന് മനസ്സ് പൊട്ടിയാൽ അല്ലാഹ് മാപ്പ് തരുന്നവനാണ്. പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ.